ഹായ് ഫ്രണ്ട്സ്, 2025 പുതുവർഷം പുലർന്നതിന് ശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ ഈ 22-ാം തീയതി വരെയുള്ള ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ നെറ്റ് സെല്ലിംഗ് 60,859 കോടിയാണെന്ന് കാണാം. അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 60,829 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിങ്ങിന്റെ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ ക്വാർട്ടറിന് ശേഷമാണെന്ന് കാണാം. അപ്പോൾ ആ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിന് ശേഷം ഈ 2024 ഈ ഡിസംബർ ക്വാർട്ടറിന്റെ ആ ഒരു ഇടയിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഒരേപോലെ താല്പര്യമെടുത്ത് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ചില സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത്രയധികം ഹെവി സെല്ലിങ്ങിന്റെ ഇടയിൽ ഇത്തരം ചില സ്റ്റോക്കുകളിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ Q2 അപേക്ഷിച്ച് Q3 ഒരേപോലെ നേരിയ തോതിലെങ്കിലും സ്റ്റേക്ക് വർദ്ധിപ്പിച്ച, അതിപ്പോൾ 0.01 ആയാലും ശരി, അത്ര നേരിയ പെർസെൻറ്റേജ് പോലും ഒരേപോലെ വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ സ്ക്രീൻ ചെയ്താൽ 283 സ്റ്റോക്കുകൾ കിട്ടും. എന്നാൽ അവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ മിനിമം 1% സ്റ്റേക്ക് വർദ്ധിപ്പിച്ച DIS FISും ഒരേപോലെ 1% കൂടുതൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അത് 32 സ്റ്റോക്കായിട്ട് ചുരുങ്ങിയത് കാണാം. അപ്പോൾ ഇങ്ങനെ 1% സ്റ്റേക്ക് FISും DISും വർദ്ധിപ്പിച്ച അത്തരം സ്റ്റോക്കുകളിൽ മൊത്തത്തിലുള്ള FII ഹോൾഡിങ്ങും DII ഹോൾഡിങ്ങും 5% കൂടുതലുള്ള സ്റ്റോക്കുകളെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് 22 സ്റ്റോക്കുകളാണ് കിട്ടുക. അപ്പോൾ ആ ഒരു 22 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമ്മൾ മാർക്കറ്റ് ക്യാപ് വൈസിൻ്റെ ഓർഡറിൽ ഒന്ന് സോർട്ട് ചെയ്താൽ ആ ലിസ്റ്റിൽ നമ്മൾ ആദ്യം കാണുന്നത് വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ വരുൺ ബീവറേജസ് നമുക്കറിയാം, അത് പെപ്സിക്കോയുടെ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രാഞ്ചൈസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് 1.09% വർദ്ധിച്ച് ഇപ്പോൾ 25.27% ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് 2.03% വർദ്ധിച്ചതായിട്ട് കാണാം. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ ഹോൾഡിങ് 7% ആണെന്നും കാണാൻ കഴിയും. രണ്ടാമതായി നമ്മൾ കാണുന്നത് ടോറന്റ് ഫാർമയാണ്. ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് 1.71% വർദ്ധിച്ചിട്ട് ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 16.17% ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.27% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 8.25% ആണെന്നും കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ടോറന്റ് പവർ ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഇൻ്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റി കമ്പനിയാണ്. ഇവരുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.05% വർദ്ധിച്ചിട്ട് 9.93% ആണ് ഇപ്പോൾ കാണുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ആണെങ്കിൽ അത് 2.18% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 21.21% ആയിട്ട് ആണ് നമ്മൾ കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. അതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 2.52% കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ട് ഇപ്പോൾ 30.85% ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെത് 2.29% വർദ്ധിച്ചിട്ട് 9.41% ആയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് GE വെർണോവ TND എന്ന് പറയുന്ന കമ്പനിയാണ്. ജനറൽ ഇലക്ട്രിക് അഥവാ GE കമ്പനിയുടെ ഗ്രിഡ് സൊല്യൂഷൻ ബിസിനസ്സിലുള്ള കമ്പനിയാണിത്. പവർ മേഖലയിലുള്ള ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 5.22% വർദ്ധിച്ചിട്ട് 12.04% ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 2.79% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 28.4% ആയിട്ടും വർദ്ധിച്ചതായിട്ട് കാണാം. അടുത്തൊരു സ്റ്റോക്ക് ബാങ്കിങ് മേഖലയിലുള്ളതാണ്. IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഇത് ഇന്ത്യയിലെ വളർന്നു വരുന്ന ഒരു ന്യൂ ജനറേഷൻ ബാങ്കിങ് സർവീസസ് കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 7.55% ആണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ 27.12% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നമുക്കിതിൽ കാണാൻ കഴിയും. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 4.41% ആണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ മൊത്തം ഹോൾഡിംഗ് 16.14% ആണെന്നും കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ആംബർ എൻ്റർപ്രൈസസ് ആണ്. റൂം എയർ കണ്ടീഷണർ മാർക്കറ്റിൽ ഏകദേശം 23% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ആംബർ എൻ്റർപ്രൈസസ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 2.17% ആണ് കഴിഞ്ഞ ക്വാർട്ടർ വർദ്ധിച്ചത്. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 28.56 എന്നാണ് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.31% ആണ് വർദ്ധിച്ചത്. ഇപ്പോൾ 19.11% DIS ഹോൾഡിംഗ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അടുത്തത് PNB ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ്. 3.92% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 24.34 ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 4.68% വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 26.85% ആണ്
ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ മൊത്തം ഹോൾഡിംഗ്. അടുത്തൊരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. ഇത് ഒരു NBFC ആണ്. കൂടാതെ ഇതൊരു ബ്രോക്കറേജ് കമ്പനി കൂടിയാണ്. ഫൈനാൻഷ്യൽ മേഖലയിൽ ഇൻഷുറൻസ് മുതൽ മറ്റ് ലെൻഡിങ് സർവീസ് ഒക്കെ അടക്കം വലിയൊരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മേഖലയുള്ള ഒരു കമ്പനിയാണ് ഏഞ്ചൽ വൺ. ഇതിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.54% വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. 13.81% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.59% വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14.32% ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ്. അടുത്തൊരു സ്റ്റോക്ക് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് കമ്പനിയാണ്. ഇത് മൈക്രോ ആന്ത്രപ്രീനിയേഴ്സിന് ബിസിനസ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു NBFC ആണ്. നോൺ ഡെപ്പോസിറ്റ് NBFC ആണ് ഇത്. കൂടാതെ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. 1.06% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിച്ചിട്ട് ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ മൊത്തം ഹോൾഡിംഗ് 57.76% ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.11% വർദ്ധിച്ചിട്ട് 10.1% ആണെന്നും കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് ആണ്. ഇവർ പ്രധാനമായിട്ടും സ്റ്റേഷനറി ആർട്ട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഡോംസ് എന്നുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡിൽ വിപണനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2.37% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിച്ചിട്ട് ഇപ്പോൾ അവരുടെ മൊത്തം ഹോൾഡിംഗ് 9.96 ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗും വർദ്ധിച്ചതായിട്ട് കാണാം 1.61%. അതിപ്പോൾ 15.71% എന്ന ലെവലിലാണ് നമുക്ക് കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ എന്ന് പറയുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡർ കമ്പനിയാണ്. ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ, ഈ കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.2% വർദ്ധിച്ചിട്ട് 10.04 ആയിട്ട് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 2.29% വർദ്ധിച്ചിട്ട് 15.75% ആയതായിട്ട് കാണാം. അടുത്തൊരു സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഹൗസിംഗ് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്കിൽ 12.34% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിച്ചിട്ട് 37.91 ആയിട്ട് ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 5.87% വർദ്ധിച്ചിട്ട് 18.28% വർദ്ധിച്ചതായിട്ടും കാണാം. അടുത്തൊരു സ്റ്റോക്ക് നസാര ടെക്നോളജീസ് ആണ്. ഗെയിമിംഗ് അതുപോലെ സ്പോർട്സ് മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.88% വർദ്ധിച്ചിട്ട് 11.59% ആയത് കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.3% വർദ്ധിച്ചിട്ട് 13.51% ആയിട്ടും കാണാം. അടുത്തൊരു സ്റ്റോക്ക് സൺസേര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഇവർ പ്രധാനമായിട്ടും കോംപ്ലക്സ് അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കമ്പോണൻസ്, അത് ഓട്ടോമോട്ടീവ് മേഖലയിലും നോൺ ഓട്ടോമോട്ടീവ് മേഖലയിലും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.03% നിന്ന് വർദ്ധിച്ചിട്ട് ഇപ്പോൾ 20.54% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 5.06% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 37.53% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് പ്രോട്ടീൻ ഇ ഗവേണൻസ് എന്ന് പറയുന്ന NSDLന്റെ ഇ ഗവേണൻസ് സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 3.19% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 9.9% ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.22% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 30.09% DIA ഹോൾഡിംഗ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് സാഗൽ പ്രീപെയ്ഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് കോർപ്പറേറ്റുകൾക്കും SMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമൊക്കെ ഈ ബിസിനസ് എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റേക്ക് 3.03% വർദ്ധിച്ചിട്ട് ഇപ്പോൾ 9.17 ആയി കാണാൻ കഴിയും. അതുപോലെ DIAസിന്റെ ഹോൾഡിംഗ് 3.87% വർദ്ധിച്ചിട്ട് 14.56 ആയതായിട്ടും കാണാം. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 3.61% വർദ്ധിച്ചിട്ട് 13.34 ആയിട്ട് കാണാം. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.53% നിന്ന് 7.5% ആയിട്ടും നമുക്കിപ്പോൾ കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് വണ്ടർല ഹോളിഡേയ്സ് ആണ്. അമ്യൂസ്മെന്റ് പാർക്കുകളും റിസോർട്ട് ബിസിനസ്സുകളൊക്കെയുള്ള വണ്ടർല ഹോളിഡേയ്സിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 3.81% കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് 7.41 ആയിട്ട് ടോട്ടൽ കാണാൻ കഴിയും. അതുപോലെ DIAസിന്റെ 5.11% വർദ്ധിച്ചിട്ട് 12.06 ആയതായിട്ടും കാണാം. അപ്പോൾ അടുത്ത സ്റ്റോക്ക് സിഗ്നിറ്റി ടെക്നോളജീസ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സർവീസസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 3.61% വർദ്ധിച്ചിട്ട് 8.25 ആയതായിട്ട് കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ 3.45% വർദ്ധിച്ചിട്ട് 10.42 ആയതായിട്ടും കാണാം. മറ്റൊന്ന് യഥാർത്ഥ ഹോസ്പിറ്റൽസ് ആണ്. ഇതൊരു മൾട്ടി കെയർ ഹോസ്പിറ്റലാണ്. ഉത്തർപ്രദേശിലെ നോയിഡ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റലിൽ അതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് 3.5% വർദ്ധിച്ചിട്ട് 9.78 ആയതായിട്ട് കാണാം. അതുപോലെ DIAസിൻ്റെ 4.53 വർദ്ധിച്ചിട്ട് 11.5 ആയതായിട്ടും കാണാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുന്നത് ഹിമ്മത്ത് സിംഗ് സീഡ് എന്ന് പറയുന്ന
ഹോം ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളുടെ ഡിസൈനും ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആ മേഖലയിൽ മാനുഫാക്ചറിങ് സർവീസസ് ഒക്കെയുള്ള കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8.74% വർദ്ധിച്ചിട്ട് 12.06 ആയിട്ട് കാണാം. അതുപോലെ DIAസിൻ്റെ ഹോൾഡിംഗ് 7.95% വർദ്ധിച്ചിട്ട് 8.36 ആയതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് 22 സ്റ്റോക്കുകൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായി പഠനം നടത്തുക. ഇറ്റ്സ് നോട്ട് എ ബൈങ് റെക്കമെൻഡേഷൻ. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് another video.